ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഒരു പടി മുന്നിലെത്തിയ LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാവാത്തതിനാൽ UDF NDA പ്രചരണം ആരംഭിച്ചില്ല. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിയായ വെള്ളിയാഴ്ചയ്ക്കകം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള നീക്കത്തിലാണ് ഇരുമുന്നണികളും. ജില്ലാ പഞ്ചായത്തിന്റെ വിവിധ ഡിവിഷനുകളിലേക്ക് നേരത്തെ LDF സ്ഥാനാർത്ഥികൾ പ്രചരണം ആരംഭിച്ചിരുന്നു. കഴിഞ്ഞ തവണ ശക്തമായ പോരാട്ടത്തിനൊടുവിൽ LDFന് നറുക്കെടുപ്പിലൂടെയാണ് ഭരണം നഷ്ടമായത്. ഇത്തവണ ഭരണത്തിലേറാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് LDF. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ 23 പേരാണ് ഇന്നലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ജില്ലാ പഞ്ചായത്തിൽ CPM 11 സീറ്റിലും CPI 2 സീറ്റിലും RJD 2 സീറ്റിലും കേരള കോൺഗ്രസ് എമ്മും NCPയും ഓരോ സീറ്റുകളിലുമാണ് മത്സരിക്കുന്നത്. അതേസമയം ജില്ലാ പഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെ UDF ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. സ്ഥാനാർത്ഥി നിർണയത്തിൽ യുവനേതാക്കൾ തഴയപ്പെടുന്നതായി പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ആരോപണമുയരുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെ പ്രധാന സീറ്റുകളിലേക്ക് പരിഗണിക്കണമെന്നാണ് ആവശ്യം. ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥിത്വം വൈകുന്നതിലും അണികൾക്കിടയിൽ അമർഷമുണ്ട്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വെള്ളിയാഴ്ചയാണ്. ഇനിയും വൈകിയാൽ പത്രികാ സമർപ്പണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ബാധിക്കും. അടുത്ത ദിവസം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താൻ ഒരുങ്ങുകയാണ് UDF. അതേസമയം NDAയിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായെങ്കിലും പ്രഖ്യാപനമുണ്ടായിട്ടില്ല. എല്ലാ ഡിവിഷനുകളിലും BJP സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാനാണ് NDA നീക്കം. അടുത്ത ദിവസം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ജില്ലാ നേതാക്കൾ അറിയിച്ചത്. ജിനിസ് തോട്ടുങ്ങര, വയനാട് വിഷൻ, കൽപ്പറ്റ.